ഇനി അവൾ അമ്പലത്തിലെങ്ങാനും പോയതാണോ? ഋഷിന്റെ ചിന്ത അങ്ങനെയായി. അവൻ ആലോചിച്ചപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് തോന്നി. കാരണം കാറ് ലോക്ക് ചെയ്തിരിക്കുന്ന രീതി പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും അവൾ സുരക്ഷിതമായി പൂട്ടി പുറത്തിറങ്ങിയതാണെന്ന്. എന്നാലും എന്താ ഫോൺ കയ്യിലെടുക്കാത്തത്? അത് മാത്രമല്ല, രാത്രി ഇത്ര സമയമായിട്ടും അവളെന്താ തിരിച്ചു വരാത്തത്? ഋഷിൻ വീണ്ടും ഓരോന്ന് ചിന്തിച്ചപ്പോൾ ഉള്ളിൽ ഭയം ആളിക്കത്തി. പിന്നീട് ഒന്നും ആലോചിക്കാതെ ഋഷിൻ ആ റോഡിലേക്ക് ഓടി. അപ്പോഴേക്കും പെട്ടെന്ന് ഇടിമിന്നലോട് കൂടി മഴ പെയ്യാൻ തുടങ്ങി. ദൈവമേ, ഈ മഴയത്ത് അവൾക്ക് തനിച്ചവിടെ നിൽക്കാൻ പേടി തോന്നും. ഋഷിൻ പരിഭ്രമത്തോടെ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ നടക്കാൻ തുടങ്ങി. റോഡിലേക്ക് കടന്ന് ഇത്തിരി ചെന്നപ്പോൾ തന്നെ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള ഒരു ചെറിയ വഴി കാണാമായിരുന്നു. വളരെ ചെറിയൊരു ക്ഷേത്രമായിരുന്നു അത്. കുറച്ച് ഉയരത്തിലേക്ക് സ്റ്റെപ്പുകൾ കയറി വേണം അങ്ങോട്ടെത്താൻ. അവൻ വേഗം ആ വഴിയിലൂടെ ഓടിക്കയറി. അവിടെ എത്തി അവൻ മൊബൈൽ ഫോണിന്റെ വെളിച്ചത്തിൽ ചുറ്റും നോക്കി. പക്ഷേ അവിടെ ആരെയും കാണാനില്ല. ആകെ ഉണ്ടായിരുന്ന പ്രതീക്ഷ അസ്തമിച്ചതോടെ ഋഷിൻ എന്ത് ചെയ്യുമെന്നറിയാതെ അവിടെ തന്നെ ഇരുന്നു. അപ്പോൾ പെട്ടെന്ന് ആരോ വേദന കൊണ്ട് ഞരങ്ങുന്ന പോലെ ഒരു ശബ്ദം കേട്ടു. ഋഷിൻ ധൃതിയിൽ ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. ക്ഷേത്രത്തിന്റെ പിൻഭാഗത്ത് മഴയത്ത് കൂനിക്കൂടിയിരിക്കുന്ന ശ്രീലക്ഷ്മിയെ കണ്ടപ്പോഴാണ് ഋഷിന് ജീവൻ തിരികെ ലഭിച്ചത്. ശ്രീലു എന്ന് വിളിച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ആ സമയം അവന്റെ മനസ്സിൽ അവളോട് ദേഷ്യമോ പിണക്കമോ ഒന്നുമില്ലായിരുന്നു. അവന്റെ പ്രാണനായ അവളെ തിരിച്ചു കിട്ടിയ സന്തോഷം മാത്രമായിരുന്നു അവന്റെ ഉള്ളിലുണ്ടായിരുന്നത്. തണുപ്പുകൊണ്ട് വിറയ്ക്കുന്ന അവൾ പതിയെ കണ്ണു തുറന്ന് ഋഷിയെ നോക്കി. ഋഷിന്റെ വിളി അവളുടെ കണ്ണുകളെ നനയിച്ചു. ഋഷി, നീ എന്നോട് ക്ഷമിക്കാത്തത് കൊണ്ട് ഞാൻ വല്ലാതെ ഭയന്നു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ എന്നായിരുന്നു പേടി. നിന്നെ വിശ്വസിക്കാത്തതിന് എന്നോട് ക്ഷമിക്കണം. ഞാൻ ചെയ്തത് വലിയ തെറ്റാണ്. ആ അവസ്ഥയിലും അവൾ ഋഷിനോട് മാപ്പ് പറഞ്ഞു കരഞ്ഞു. നീയാണ് മോളെ എന്നോട് പൊറുക്കേണ്ടത്. നിന്നേക്കാൾ വലിയ തെറ്റാണ് ഞാൻ ചെയ്തത്. ഭവീൻ ആ അവസ്ഥയിലായതിൽ എനിക്ക് നിന്നോട് ദേഷ്യമുണ്ടായിരുന്നു. എന്നോട് ക്ഷമിക്കു ശ്രീ. അവൻ അവളെ കയ്യിലെടുത്ത് ക്ഷേത്രത്തിന് മുന്നിലേക്ക് വന്നു. അവിടെയുള്ള ഒരു ചെറിയ സ്ഥലത്ത് മഴ നനയാതെ അവളെ കിടത്തി. അവൾ മയങ്ങിപ്പോകുന്നത് കണ്ട് അവളുടെ കവളിൽ തലോടി. തണുപ്പ് സഹിക്കാനാവാതെ അവൾ കണ്ണുകൾ ചെറുതായി തുറന്ന് അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. നമുക്കിവിടെ കൂടുതൽ സമയം നിൽക്കാൻ പറ്റില്ല. ചിലപ്പോ വല്ല മൃഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇനിയെല്ലാം നമുക്ക് വീട്ടിൽ പോയി സംസാരിക്കാം. മഴ ഒന്ന് ഒതുങ്ങട്ടെ, എന്നിട്ട് നമുക്ക് പോവാം. അവളെ പൊതിഞ്ഞു പിടിച്ച് അവൻ അവിടെ ഇരുന്നു. അല്പം കഴിഞ്ഞ് മഴ ഒന്ന് ശമിച്ചപ്പോൾ അവൻ അവളെയും കയ്യിലെടുത്ത് വന്ന വഴിയിലൂടെ തിരിച്ചു നടക്കാൻ തുടങ്ങി. ഋഷിൻ സാധാരണ മനുഷ്യരെക്കാൾ ശക്തനായതിനാൽ ശ്രീലക്ഷ്മിയെ എടുത്ത് നടക്കുന്നത് അവന് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നില്ല. അതുകൊണ്ട് ഋഷിൻ ഇരുട്ടിലൂടെ മടി കൂടാതെ നടന്നു. അങ്ങനെ വരുന്ന വഴി അവൻ പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ ചോദിച്ചു, എന്തിനാ മോളെ നീ അവിടെ പോയത്? ഇനി എങ്ങോട്ടെങ്കിലും പോയാലും കൃത്യസമയത്ത് തിരിച്ചു വരണ്ടേ? നിന്നെ കാണും വരെ എന്റെ ജീവൻ കയ്യിൽ പിടിച്ച അവസ്ഥയിലായിരുന്നു. അത് നിനക്കറിയോ? പാതി മയക്കത്തിലായിരുന്ന അവളോട് സംസാരിച്ചു കൊണ്ട് നടന്ന അവൻ ഒരു വിധത്തിൽ കാർ നിർത്തിയ സ്ഥലത്തെത്തിയിരുന്നു. അവൻ വേഗം കാറിന്റെ ഡോർ തുറന്ന് ശ്രീലക്ഷ്മി ഇരുത്തി. അപ്പോഴാണ് അവളുടെ കാലിലെ നീർവീക്കം ഋഷി ശ്രദ്ധിച്ചത്. നടക്കാൻ വയ്യാതെ അവൾ അവിടെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് ഋഷിന് മനസ്സിലായി. അവൻ വേഗം ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് കാർ വേഗത്തിൽ ഓടിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് അവർ ഫ്ളാറ്റിലെത്തി. ശ്രീലക്ഷ്മിയുടെ അവസ്ഥ ഇപ്പോൾ കുറച്ചുകൂടി മെച്ചമായിരിക്കുന്നു. അവൾ ഫ്ളാറ്റിലേക്ക് വന്നത് കണ്ട് ചോദിച്ചു, ഋഷി, നിനക്ക് ഇത്ര നല്ല മനസ്സുണ്ടോ എന്നെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ? അവൾ വേദന നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചപ്പോൾ ആരോ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച പോലെ വേദന തോന്നി ഋഷിന്. ഞാൻ ഗൗരിയെ സഹായിക്കാൻ പോകുന്നതും ഹെർബൽ മെഡിസിനെ കുറിച്ച് പറഞ്ഞതൊന്നും മനസ്സിലാക്കാത്തതാണ് നിന്റെ തെറ്റ്. ഞാൻ അതൊന്നും തിരുത്തി തന്നതുമില്ല. എല്ലാ കുറ്റങ്ങളും സ്വയം ചുമത്തി ഇത്രയും കാലം നിന്നോട് അനാവശ്യമായി ദേഷ്യപ്പെട്ടു നടന്നു, അവൻ പറഞ്ഞു. രണ്ടാളും കുറ്റബോധം കൊണ്ട് നേറി. സോറി ശ്രീലു ബേബി, എല്ലാം എന്റെ തെറ്റാണ്. അവൻ ആത്മാർത്ഥമായി അവളോട് ക്ഷമാപണം നടത്തി. ഏറെ നാളുകൾക്ക് ശേഷം അവന്റെ വായിൽ നിന്നും ശ്രീലു ബേബി എന്ന വാക്ക് കേട്ടത് മതിയായിരുന്നു അവൾക്ക് അതുവരെ സംഭവിച്ചതെല്ലാം മറന്ന് പുഞ്ചിരിക്കാൻ. അവളെയും കയ്യിലെടുത്ത് അവൻ കാറിന്റെ ഡോർ ചവിട്ടി അടച്ചു. പടികൾ കയറാൻ തുടങ്ങി. എന്താ ലിഫ്റ്റ് വർക്ക് ചെയ്യില്ലേ? ശ്രീലക്ഷ്മി ചോദിച്ചു. അപ്പോഴാണ് സത്യത്തിൽ അവൻ ലിഫ്റ്റ് ഉണ്ടെന്ന് പോലും ഓർത്തത്. ചെയ്യും, ലിഫ്റ്റിനൊരു കുഴപ്പമില്ല. പക്ഷേ
നിന്നെ ഇങ്ങനെ എടുത്തു നടക്കാനാണ് എനിക്കിഷ്ടം. അവളെ നോക്കി ഋഷി അത് പറഞ്ഞപ്പോൾ ശ്രീലക്ഷ്മിയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. രണ്ടുപേരും പരസ്പരം കണ്ണിമ വെട്ടാതെ നോക്കി. ശ്രീലക്ഷ്മിക്ക് ഏറെ പ്രിയപ്പെട്ട പാട്ട് ഋഷൻ പതിഞ്ഞ ശബ്ദത്തിൽ അവളെ നോക്കി പാടി. അത് കേട്ട് ശ്രീലക്ഷ്മി വിടർന്ന കണ്ണുകളോടെ അവനെ നോക്കി. ഋഷി, നീ ഇത്ര നന്നായിട്ട് പാടുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ശ്രീലക്ഷ്മി അത്ഭുതത്തോടെ പറഞ്ഞു. നീ ഇനിയും എന്നെപ്പറ്റി ഒരുപാട് അറിയാനുണ്ട് ബേബി. അതൊക്കെ എപ്പോ പറയാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. അവൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവളെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു. ഋഷിന്റെ ഫ്ലാറ്റുള്ള ഫ്ലോർ എത്താൻ കുറച്ചുകൂടി ദൂരം കൂടിയിരുന്നെങ്കിൽ എന്ന് ശ്രീലക്ഷ്മി ചിന്തിച്ചു. അവൾ അത്രയ്ക്ക് ആ നിമിഷങ്ങൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫ്ലാറ്റിലെത്തിയപ്പോൾ അവൻ അവളുമായി അകത്ത് കയറി വാതിലടച്ചു. അവൻ അവളെ ഹാളിലുള്ള സോഫയിൽ സൂക്ഷിച്ചിരുത്തി. അവളുടെ കാൽക്കൽ മുട്ടുകുത്തി നിന്ന് അവൻ പറഞ്ഞു, ശ്രീ, നിന്റെ കാൽ ഉളുക്കിയിട്ടുണ്ട്. അത് ശരിയാക്കുമ്പോൾ കുറച്ച് വേദനിക്കും. വേണമെങ്കിൽ എന്റെ തോളിൽ പിടിച്ചോ. അവൻ പറഞ്ഞതുപോലെ തന്നെ അവന്റെ തോളിൽ മുറുകെ പിടിച്ചു. ശ്രീലക്ഷ്മി തന്റെ കാൽ നീട്ടിവെച്ചു. ഋഷി തന്റെ മടിയിലേക്ക് അവളുടെ ഉളുക്കിയ കാൽ മെല്ലെ എടുത്തു വെച്ചു. അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു നിമിഷം അവൻ അവളുടെ ഞരമ്പ് പിണച്ച് കാല് കറക്കി. ശ്രീലക്ഷ്മിയുമായി വീട്ടിലെത്തിയ ഋഷിൻ ഏറെ നാളായി ഇരുവരും വേർപിരിഞ്ഞത് മൂലമുണ്ടായ എല്ലാ വിഷമങ്ങളും പരിഹരിക്കാൻ ശ്രമിച്ചു. നിന്നെ ആ അവസ്ഥയിൽ അവിടെ കണ്ടപ്പോൾ ഞാൻ എത്ര പേടിച്ചെന്നറിയോ? ഇന്നലെ നിനക്ക് എന്തു പറ്റി? അവൻ ചോദിച്ചു. അത് ഓർത്തപ്പോൾ തന്നെ ശ്രീലക്ഷ്മിയുടെ മുഖം വിളറി. അതല്ല ഋഷി, ഇന്നലെ നീ എന്നോട് അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. എനിക്ക് ആരുമില്ലാതെ തനിച്ചായ പോലെ തോന്നി. വണ്ടിയെടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴും എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലായിരുന്നു. ഞാൻ വരുന്ന വഴിയിൽ ആ ക്ഷേത്രം കണ്ടു. അവിടെ കയറി കുറച്ചു സമയം ഇരുന്നാൽ മനസ്സിനൊരു ആശ്വാസം ലഭിക്കുമെന്ന് കരുതി പോയതാണ്. പക്ഷേ ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും നന്നായി ക്ഷീണിച്ചിരുന്നു. ഇടയ്ക്ക് എവിടെയോ കാൽ വഴുതി വീണു. പിന്നെ ഒന്നും ഓർമ്മയില്ല. ബോധം വന്നപ്പോഴാണ് ഞാൻ ഫോൺ കാറിൽ വെച്ചെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ ഇരുന്നു. നീ വന്ന് വിളിച്ചതിന് ശേഷമാ എനിക്ക് സമാധാനമായത്. ശ്രീലക്ഷ്മി അവളുടെ സാഹചര്യം വിവരിച്ചപ്പോൾ ഇന്നലെ താൻ എത്രത്തോളം മോശമായിരുന്നുവെന്ന് ഋഷന് മനസ്സിലായി. അവളുടെ നെറ്റിയിൽ മുറുകെ ചുംബിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, ഇനി നിനക്കും എനിക്കുമിടയിൽ അങ്ങനെ ഒരു അവസ്ഥ വരാൻ ഞാൻ സമ്മതിക്കില്ല. ഋഷി, നിന്റെ ദേഷ്യം എനിക്ക് മനസ്സിലായി. എല്ലാം മറന്ന് ഇന്നലെ ഭവീൻ എന്നോട് സംസാരിച്ചപ്പോഴാണ് ഞാൻ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈ സ്വാർത്ഥ ലോകത്ത് അവനെപ്പോലൊരു നല്ല സുഹൃത്തിനെ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ കാരണം നിനക്ക് അവനെ നഷ്ടപ്പെടേണ്ടി വന്നു. അതുകൊണ്ടാ നിനക്ക് എന്നോട് ഇത്ര ദേഷ്യം വന്നത്. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? കുറച്ചു കാലമായി എല്ലാം ഇങ്ങനെയാണ്. അമ്മ കാരണം ഹോസ്പിറ്റലിൽ വെച്ചുണ്ടായ ആ പ്രശ്നത്തിന് ശേഷം നീയും പെട്ടെന്ന് എന്റെ മുന്നിൽ നിന്നും മറഞ്ഞു നിന്നു. ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ആകെ കൺഫ്യൂഷനാക്കി. ഞാൻ കുടുംബത്തിൽ നിന്നും അകന്നു. അമ്മയുടെ വീട്ടിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. പെട്ടെന്ന് ആരുമില്ലാതെ അനാഥയായ പോലെ തോന്നി എനിക്ക്. എല്ലാം കൂടി ആയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ശ്രീലക്ഷ്മി സ്വയം വിശദീകരിച്ചു. ഋഷൻ അവളുടെ അവസ്ഥ നന്നായി മനസ്സിലാക്കി. ശ്രീ, എനിക്കും ഇതിൽ പങ്കുണ്ട്. ഞാൻ നിന്നോട് ചിലതൊക്കെ മറച്ചു വെച്ചു. അതാണ് ഈ പ്രശ്നത്തിനെല്ലാം കാരണം. അതെന്താന്ന് വെച്ചാ, അവൻ എന്തോ പറയാൻ ഒരുങ്ങിയപ്പോഴേക്കും പെട്ടെന്ന് അവന്റെ ഫോണിൽ അലാം മുഴങ്ങി. അവൻ അതിലേക്ക് നോക്കി. അയ്യോ, സമയം 7 ആയോ? ഇപ്പോൾ പോയാലേ കറക്റ്റ് ടൈമിന് കോളേജിലെത്തൂ എന്നും പറഞ്ഞ് അവൻ തിടുക്കത്തിൽ എഴുന്നേറ്റ് കുളിക്കാൻ ഓടി. താൻ ഇന്ന് വൈകിപ്പോയാൽ പ്രൊഫസർ ലാവണ്യ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കുമെന്ന് അവൻ അറിയാമായിരുന്നു. ഋഷിന്റെയും ഭവീന്റെയും പ്രൊഫസറാണ് ലാവണ്യ. അടുത്ത 4 വർഷത്തേക്ക് അവരായിരുന്നു അവരുടെ പരിശീലക. വളരെ സ്ട്രിക്റ്റായ പ്രൊഫസറായിരുന്നു അവർ. സമ്പന്നരായ വീടുകളിൽ നിന്നുള്ള കുട്ടികളാണെന്ന യാതൊരു പരിഗണനയും അവർ ആർക്കും നൽകിയിരുന്നില്ല. എല്ലാ കുട്ടികളെയും ആദ്യ ദിനം തന്നെ വിറപ്പിച്ചു നിർത്തിയിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.